ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട്. എന്താ വെച്ചെങ്കിൽ നമുക്ക് സാധാരണ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കാണാൻ തന്നെ പറ്റില്ല, അത് അങ്ങനെ തന്നെ ഉള്ളിലേക്ക് ചുരുങ്ങി പോയിട്ടുണ്ടാവും. പക്ഷേ ഇന്നൊരു 7 മണി വരെയും ഇതിങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പോളിനേഷൻ ചെയ്താലോ? വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് ഉള്ളത്. ഇതിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇതാ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യണത്. ഈ ബ്രഷ് കൊണ്ട് ഇതിലൊരു അനേകായിരം തന്തുക്കൾ നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് പൂമ്പൊടി ഇതിലേക്ക് നമ്മൾ ഈ പ്ലേറ്റിലേക്ക് എടുക്കുക കേട്ടോ. തേനീച്ചകളുണ്ടെന്ന് വെച്ചെങ്കിൽ അവരത് പോളിനേഷൻ നടത്തും. അപ്പം നമുക്കിപ്പോൾ രാവിലെ ഇത് ഇത്രയും ഭംഗിയായിട്ട് കിട്ടിയതുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. ഇതാ നമ്മളിങ്ങനെ ഈ പൂമ്പൊടി എടുക്കുക. പൂമ്പൊടി ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഇനി നമ്മൾ ഈ കിട്ടിയിട്ടുള്ള പൂമ്പൊടി ഉണ്ടല്ലോ, അത് ഈ കാണുന്ന വലിയ ഒറ്റ ഫ്ലവറായിട്ട് ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ ബ്രഷ് കൊണ്ട് തന്നെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇതാണ് നമ്മൾ നടത്തുന്ന ഹാൻഡ് പോളിനേഷൻ. ഇന്ന് ഓഗസ്റ്റ് 19. അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 19 ആകുമ്പോഴേക്കും ഇത് ഫ്രൂട്ടായിട്ട് കിട്ടും. ഇതാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഉള്ളുവശം. ഇത് നമ്മൾ ഈ കാണുന്ന കുഞ്ഞു കുഞ്ഞ് അരിമണി പോലെയുള്ളതില്ലേ, അതിൽ നിന്നാണ് നമുക്ക് പൂമ്പൊടി കിട്ടുക. അതെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ കാണുന്ന ട്യൂബിലേക്കാണ് ഇട്ട് കൊടുക്കുക. അതാണ് ഹാൻഡ് പോളിനേഷൻ എന്ന് പറയുന്നത്. നമുക്ക് തേനീച്ചില്ല ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണം. ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വലിയ ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ. ഫ്രൂട്ട് ഉണ്ടാവായില്ല, പക്ഷെ അത് ചെറുതായിരിക്കും. അതിനാണ് നമ്മൾ പോളിനേഷൻ ചെയ്യണത്. ഓക്കെ, താങ്ക് യു.